എജ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതേപോലെ കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളവയിൽ നിന്ന് ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. സോ സമയം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Objective of cost accounting is ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് കോസ്റ്റ് ഇൻകേർഡ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത്. ഡയറക്റ്റ് കോസ്റ്റ് ക്യാൻ ബി ഇൻകേർഡ് ഐഡൻറ്റിഫൈഡ് വിത്ത്. ഡയറക്റ്റ് കോസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈച്ച് യൂണിറ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ആണ്. ഈച്ച് യൂണിറ്റ് ഓഫ് ദി ഔട്ട്പുട്ട്. നെക്സ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് ഈസ് ദ ടോട്ടൽ ഓഫ്. ഓവർഹെഡ് കോസ്റ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് എന്തിൻ്റെ ടോട്ടലാണ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടലാണ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഡാഷ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഡാഷ്. ഇംപ്യൂട്ടഡ് കോസ്റ്റിന് നമ്മൾ നോഷണൽ കോസ്റ്റ് എന്നും കൂടി പറയും. ഇംപ്യൂട്ടഡ് കോസ്റ്റിന് നമ്മൾ നോഷണൽ കോസ്റ്റ് എന്നും കൂടി പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്യൂട്ടബിൾ ആകുന്നത് സർവീസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടഡ് ഫോർ. ഏതാണ്? ഓയിൽ റിഫൈനിങ് ഫേംസിനാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ മാറിപ്പോയത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് സർവീസ് ഇൻഡസ്ട്രീസിനും, അതേപോലെ പ്രോസസ് കോസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് ഓയിൽ റിഫൈനിങ് ഫേംസിനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ഇൻ. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ഇൻ. എത്ര വേസിലാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? എത്ര വേസിലാണ്? സെവറൽ വേസിൽ ചെയ്യാറുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് ഡാഷ്. കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് ഡാഷ്. എന്താണ്? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളിവിടെ കാണുന്നുണ്ട്, നിങ്ങളിത് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ള അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് വാസ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ ഡാഷ്. കോസ്റ്റ് അക്കൗണ്ടിങ് വാസ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ ഡാഷ്. എന്താണ്? ലിമിറ്റേഷൻസ് ഓഫ് ദി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് യൂസിങ് 2 or more കോസ്റ്റിംഗ് മെത്തേഡ്സ് ഫോർ ദ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ബൈ. മൾട്ടിപ്പിൾ കോസ്റ്റ് ഈസ് എ ടെക്നിക് എന്തിനാണ്? യൂസിങ് 2 or more കോസ്റ്റിംഗ് മെത്തേഡ്. അപ്പോൾ മൾട്ടിപ്പിൾ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേരിൽ തന്നെയുണ്ട്, 2 അല്ലെങ്കിൽ അധികമോ കോസ്റ്റിംഗ് മെത്തേഡ്സുകൾ ഉപയോഗിക്കുക. എന്തിനാ? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ബൈ. ഏതാണ്? സെയിം ഫേം ആണോ, സെവറൽ ഫേംസ് ആണോ, സെയിം ഇൻഡസ്ട്രി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? സെയിം ഫേം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഈസ് യൂസ്ഫുൾ. ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോസ്റ്റ് ഈസ് യൂസ്ഫുൾ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഐഡൻറ്റിഫൈ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിൻ്റെ എത്ര എലമെൻറ്റ്സുകളാണുള്ളത്? 3 types ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചാർജബിൾ എക്സ്പെൻസസ് ആണ്. ചാർജബിൾ എക്സ്പെൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ക്ലാസിഫൈഡ് ആസ്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഏതിൻ്റെ ഹെഡിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എന്തിൻ്റെ ഹെഡാണ്? പ്രൊഡക്ഷൻ ഓവർ ഹെഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വെയർ ഹൗസ് റെൻ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. വെയർ ഹൗസ് നമ്മളതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, വെയർ ഹൗസ്. സാധാരണ തന്നെ നമ്മൾ വെയർ ഹൗസ് ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, സെയിൽസ് ഓഫ് ഡിഫക്റ്റീവ്സ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം. സെയിൽസ് ഓഫ് ഡിഫക്റ്റീവ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം. ഏതാണ് നമ്മൾ സെയിൽസ് ഓഫ് ഡിഫക്റ്റീവ് റെഡ്യൂസ് ചെയ്യുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നാണ് നമ്മൾ ഡിഫക്റ്റീവ് റെഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെൻഡർ ഈസ് ആൻഡ് ഡാഷ്. ടെൻഡർ ഈസ് ആൻഡ് ഡാഷ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എസ്റ്റിമേഷൻസ് ഓഫ് സെല്ലിംഗ് പ്രൈസിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് പ്രോഫിറ്റ് ഈസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് പ്രോഫിറ്റ് നമ്മൾ എന്താണെന്ന് പറയുക? സെല്ലിംഗ് പ്രൈസാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ്സ്. പ്രൈം കോസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആകുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മുടെ
പ്രൈം കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ടേംഡ് ആസ്. ഡയറക്റ്റ് കോസ്റ്റ്, ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആകും? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഒരിക്കലും ഇൻഡയറക്റ്റ് മെറ്റീരിയൽസോ ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഇതിൽ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ആകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൗണ്ടിങ് ഹൗസ് സാലറി ഈസ് എ പാർട്ട് ഓഫ്. കൗണ്ടിങ് ഹൗസ് സാലറി ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ഓവർ ഹെഡ് ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫാക്ടറി ഓവർ ഹെഡ് ക്യാൻ ബി ചാർജ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ഫാക്ടറി ഓവർ ഹെഡ് ക്യാൻ ബി ചാർജ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ഇതിൻ്റെ ബേസിലാണ്? മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ക്യാൻ ബി ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രൈമറി കോസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ക്യാൻ ബി ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രൈം കോസ്റ്റ് ആണ്. കറക്റ്റ് ആയിട്ട് ആൻസർ പ്രൈം കോസ്റ്റ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ കണ്ടത്? പ്രൈം കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻസ് എക്സ്പെൻസ് പ്രൈം കോസ്റ്റിൻ്റെ ബേസിലാണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും അതും പ്രൈം കോസ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് കാണുന്നത്. പ്രൈം കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൾ ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. തന്നിരിക്കുന്നതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ പ്രൈം കോസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratios which reflect the managerial efficiency in handling the assets. The ratios which reflect the managerial efficiency in handling the asset is. എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടേൺ ഓവർ റേഷ്യോസ് ആണ്. The next question. The ratios which reveal the final result of the manager policies and performance. The ratios which reveal the final result of the managerial policies and performances. അതായത് മാനേജറൽ പോളിസീസും അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ കാണിക്കുന്നത് നമ്മൾ എവിടെയാണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. എൻ്റെ പേരിൽ തന്നെ ഉണ്ട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. നെക്സ്റ്റ് നമുക്ക് അങ്ങനെ എന്താ പറയുക? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നമുക്ക് എന്താ പറയാം? അതൊരു ടേൺ ഓവർ റേഷ്യോസ് ആണ്. നെക്സ്റ്റ് ആണ് കറൻറ്റ് റേഷ്യോ ഈസ് എ. നമ്മൾ കറൻറ്റ് അസറ്റിനെ ഓർക്കുക. കറൻറ്റ് അസറ്റിനെ ഓർക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട്? കറൻറ്റ് അസറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഷോർട്ട് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിലേക്കാണ് യൂസ് ചെയ്യുന്നത്. സോ കറൻറ്റ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് എ ഡാഷ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് എ ഡാഷ്. എന്താ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്? ലോങ് ടേം സോൾവൻസി റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് എ ഡാഷ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് എ ഡാഷ്. എന്താ ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്? ലോങ് ടേം സോൾവൻസി റേഷ്യോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് എ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസും അതേപോലെ ഐഡൻറ്റിറ്റിയും എക്സിസ്റ്റൻസും ഉള്ളത്? ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഫിക്റ്റീഷ്യസ് അസറ്റ്, കറൻറ്റ് അസറ്റ്സ്, ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സിനാണ് നമുക്ക് എന്തുള്ളത്? കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സിസ്റ്റൻസുകൾ ഉള്ളത്. ഐഡൻറ്റിറ്റി എക്സിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ ഡാഷ്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ ഡാഷ്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്? നോമിനൽ അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അസറ്റ് വിച്ച് ആർ acquired and held permanently and used in the business with the objectives of making profit. എന്താണ്? അസറ്റ് വിച്ച് ആർ അക്വയർഡ് ആൻഡ് ഹെൽഡ് പെർമനൻ്റ്ലി. നമ്മൾ പെർമനൻ്റ്ലി ആയിട്ട് ഹെൽഡ് ചെയ്യുന്ന
എല്ലാ അസറ്റുകളെയും എന്തിനാ അസറ്റ് ഹെൽഡ് ചെയ്യുന്നത്? പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള അസറ്റുകളെ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നമ്മൾ നോക്കുക, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, നൺ ഓഫ് ദീസ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഫിക്സഡ് അസറ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഡാഷ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഡാഷ് എന്നാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ ഇസ് ദ റൂൾ ഫോർ ഡാഷ്. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ ഇസ് എ റൂൾ ഫോർ ഡാഷ്. ഏതിനുള്ള റൂളാണ്? പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾസുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ റവന്യൂ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ടു. ഓൾ റവന്യൂ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ടു ഏത് അക്കൗണ്ടിലേക്കാണ്? മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്കാണോ, ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണോ, നൺ ഓഫ് ദി എബോവ്? ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? ആദ്യം എഴുതുന്ന എൻട്രി എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് ആണ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്. Which of the following is related to scientific system of maintaining account? എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ സയൻറ്റിഫിക് സിസ്റ്റമായിട്ട് കണക്കാക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കി, സിംഗിൾ എൻട്രി, കൗണ്ടർ എൻട്രി, ബുക്ക് എൻട്രി ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വിച്ച് കൺസെപ്റ്റ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ആർ റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്സ്. അതായത് മണിയിൽ മെഷർ ചെയ്യാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് ഏത് തരം ഇതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ ഇസ് ദ റൂൾ ഫോർ ഡാഷ്. ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, while putting the value of price of an entity or financial records the lowest price recorded, not the current price or current market value. നമുക്കൊന്നും കൂടി വായിച്ചേക്കാം. While putting the value or price of an entity in financial records, the lowest price is recorded, not the current price or current market value. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ റെക്കോർഡ്സിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് നമ്മളെന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. മറിച്ച് എന്തല്ല, പ്രസൻ്റ് ആയിട്ടുള്ള പ്രൈസോ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റ് വാല്യൂ അല്ല, പകരം ലോ വാല്യൂ ആണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? കൺസർവേറ്റിസം ആണ്. അത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, കൺസർവേറ്റിസം, എക്സ്പെൻഡിച്ചർ കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. സോ കറക്റ്റായിട്ടുള്ള ആൻസർ കൺസർവേറ്റിസം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ കോസ്റ്റ് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഇൻക്ലൂഡ്സ്. പ്രൊഡക്ഷൻ കോസ്റ്റ് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഇൻക്ലൂഡ്. മാർജിനൽ കോസ്റ്റിങ്ങിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആകും? പ്രൈമറി കോസ്റ്റും വാരിയബിൾ ഓവർ ഹെഡുമാണ്. പ്രൈമറി കോസ്റ്റ് ആൻഡ് വാരിയബിൾ ഓവർ ഹെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആൻഡ് ഇൻക്രീസ് ഇൻ വാരിയബിൾ കോസ്റ്റ്. ആൻഡ് ഇൻക്രീസ് ഇൻ വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? റെഡ്യൂസസ് ദി കോൺട്രിബ്യൂഷൻസ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സെയിൽസ് ഇൻവോയ്സസ് ആർ ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ. സെയിൽസ് ഇൻവോയ്സസ് ആർ ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ. സെയിൽസ് ഇൻവോയ്സസ് ഫസ്റ്റ് എവിടെയാണ് എൻ്റർ ചെയ്തത്? കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? സെയിൽസ് ജേണലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് repayment of long term loan is dash. In fund flow statement, repayment of long term loan is dash.
കറക്റ്റ് ഓപ്ഷൻ നോക്കുക. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, സോഴ്സ് ഓഫ് ക്യാഷ്, അപ്ലിക്കേഷൻ ഓഫ് ക്യാഷ്, സോഴ്സ് ഓഫ് ഫണ്ട്. എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോൺ ഈസ് എ അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഓപ്പറേഷൻ ഈസ് ഡാഷ്. ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഓപ്പറേഷൻ ഈസ് ഡാഷ്. അതും എന്താണ്? അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? ഡിക്രീസ് ഇൻ ക്യാഷ്. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഡിക്രീസ് ക്യാഷ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റും ഡിക്രീസ് ഇൻ ക്യാഷുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാഷ് ഫ്ലോ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡാഷ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡാഷ്. എന്താണ്? ക്യാഷ് കൺസെപ്റ്റ് ഓഫ് ഫണ്ട്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ നോൺ ഫിക്സഡ് അസറ്റ് വിൽ ബി ഡാഷ്. ഇൻ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ നോൺ ഫിക്സഡ് അസറ്റ് വിൽ ബി ഡാഷ്. എന്നാണ് ഡെബിറ്റഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് ഈസ് പോസ്റ്റഡ് ഇൻ വിച്ച് സൈഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് ഈസ് പോസ്റ്റഡ് ഇൻ വിച്ച് സൈഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് സൈഡിലാണ്? അപ്ലിക്കേഷൻസ് ഓഫ് ക്യാഷ്. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ നമ്പർ ബി ആണ്. നെക്സ്റ്റ്. ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് ഈസ് പോസ്റ്റഡ് വിച്ച് ഓഫ് ദ സൈഡ്? ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ദി ബാങ്ക് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ ബാങ്ക് ബാലൻസ് എവിടെ കാണിക്കും? സോഴ്സ് ഓഫ് ക്യാഷിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നേരത്തെ നമ്മൾ എന്താണ് ചോദിച്ചിരുന്നത്? ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് കാണിക്കുന്നത് അപ്ലിക്കേഷൻ ഓഫ് ക്യാഷിലും ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് കാണിക്കുന്നത് സോഴ്സസ് ഓഫ് ക്യാഷിലുമാണ്. മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പി വി റേഷ്യോ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡാഷ്. പി വി റേഷ്യോ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡാഷ്. ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കേ. ദ റേറ്റ് ഓഫ് വിച്ച് ഗുഡ്സ് ആർ സോൾഡ്, ദ വോളിയം ഓഫ് സെയിൽസ്, ദ വോളിയം ഓഫ് പ്രോഫിറ്റ്, ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു. കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്ഷൻ നോക്കുക. ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ്, പ്രോഫിറ്റ് പ്ലസ് വി സി, സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് പ്രോഫിറ്റ്, സെയിൽസ് മൈനസ് പ്രോഫിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ ഏതിന് ഈക്വലാണ്? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസിന് ഈക്വലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. An increase in the variable cost. An increase in the variable cost equal to reduce the contributions. By the central government by passing NCDC Act 1962. അതായത് 1963 സെൻട്രൽ ഗവൺമെൻറ് NCDC ആക്ട് 1962 പ്രകാരം പാസ്സാക്കിയത് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ക്രിയേഷൻ ഓഫ് ഡാഷ് ഇൻ 1965 was a major step towards the organization of dairy cooperative lines. അതായത് 1965 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഓർഗനൈസേഷനാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇടയിൽ ഒരു എന്താണ് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. എന്താണ് ആ ഓർഗനൈസേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. NDDB. NDDB ആണ് 1965 ക്രിയേറ്റ് ചെയ്യുകയും അത് എന്താണ് പാലുൽപാദന രംഗത്ത് മികച്ചതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും അവരാണ്. അപ്പോൾ അതിൽ കുറേ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചിട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ദ ക്രിയേഷൻ ഓഫ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB ഫുൾ ഫോം എന്താണ്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വാസ് എ മേജർ സ്റ്റെപ്പ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ ഓഫ് ഡയറിങ് കോപ്പറേറ്റീവ് ലൈൻസ്. അപ്പോൾ അതിൻ്റെ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് NDDB ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? 1965 NDDB ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ 1969-1970 NDDB introduced a scheme for development of dairy cooperative known as dash. അതായത് 1969-70 കാലഘട്ടത്തിൽ ഡയറി കോപ്പറേറ്റീവ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് NDDB ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് റെവല്യൂഷൻ, ഓപ്പറേഷൻ ഫ്ലഡ്, ബ്ലൂ റെവല്യൂഷൻ, സിൽവർ റിവർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്പറേഷൻ ഫ്ലഡ്. NDDB ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The first marketing cooperative was organized at dash in the former Bombay province in 1915. 1915 ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എവിടെയാണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഹൂബ്ലിയിലാണ് ഈ ഒരു സൊസൈറ്റി കറക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നമുക്ക് കോപ്പറേറ്റീവ് എക്സാമുകൾക്ക് ഇതുവരെയായിട്ടുള്ള ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതും കൂടി നിങ്ങൾ മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് ഹൂബ്ലി. അപ്പം നമുക്ക് അതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യനും കൂടി കിട്ടി. എവിടെയാണ് ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? ഹൂബ്ലിയിലാണ്. ഇൻ ദ ഫോമർ ബോംബെ പ്രൊവിൻസ്, അതായത് മുൻപ് എവിടെയായിരുന്നു? മുൻപത്തെ ബോംബെ പ്രൊവിൻസിലായിരുന്നു. അത് ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 1915, 1915 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. When agro processing companies enter into contract with the farmer to provide the farmers with input like fertilizers, seeds, pesticides and guidelines to grow crops and buy back the product with the rate specified in advance is known as. എന്താണ് പറയുന്നത്? ആഗ്രോ പ്രോസസ്സിംഗ് കമ്പനീസുകൾ എന്താണ് ഫാമേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എന്താണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? ഈ ആഗ്രോ പ്രോസസ്സിംഗ് കമ്പനികൾ ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, സീഡ്, പെസ്റ്റിസൈഡ്സ്, അതേപോലെ ക്രോപ്പ് വിളകൾ വളർത്താൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടെ അവരുണ്ടാക്കിയിട്ടുള്ള വിളകൾ തിരിച്ചു വാങ്ങും. ഒരു സ്പെസിഫൈഡ് അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന ആ ഒരു രീതിയെ അതിനെ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് പറയുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോപ്പറേറ്റീവ് ഫാമിംഗ്, കളക്റ്റീവ് ഫാമിംഗ്, കോൺട്രാക്റ്റ് ഫാമിംഗ്, ഓൾ ദി എബവ്. ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോൺട്രാക്റ്റ് ഫാമിംഗ് എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ വെൽ നോൺ sobriquet MILMA refers to. MILMA എന്ന് വെച്ചിട്ടുണ്ട് എന്താണ്? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് നമ്മൾ MILMA എന്നറിയപ്പെടുന്നത്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് MILMA. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMF, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, പോപ്പുലർലി കോൾഡ് MILMA. അപ്പോൾ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് നമ്മൾ KCMMFനെ നമ്മൾ MILMA എന്നാണ് അറിയപ്പെടുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എപ്പോഴെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? ഏപ്രിൽ 1980 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The farmer owned a cooperative model with integrated approach to production, procurement, processing and marketing of milk came to known as. അതായത് എല്ലാ ഫാർമറും കൂടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ കൂട്ടായ്മയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? പ്രൊഡക്ഷനും പ്രൊക്യൂർമെൻറ്റും പ്രോസസ്സിങ്ങും. എന്തിൻ്റെ പ്രൊഡക്റ്റും പ്രൊക്യൂർമെൻറ്റും പ്രോസസ്സിങ്ങുമാണ്? മിൽക്ക് പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ഓഫ് മിൽക്കിൻ്റെ പ്രൊക്യൂർമെൻറ്റും പ്രൊഡക്ഷനും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതിന് എന്താണ് പറയുക? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമിനെ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി.
അടുത്ത ക്വസ്റ്റ്യൻ. The registered office of NAFCUB is NAFCUB is at dash and areas of operation of whole the country. അപ്പോൾ നാഫ്കൂബിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, നാഫ്കൂബിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഡൽഹിയിലാണ് കറക്റ്റ് ആയിട്ടുള്ള, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The dash was set up in 1960 and is administered under the Multi-State Cooperative Societies Act 2002. അതായത് 1960 എസ്റ്റാബ്ലിഷ് ചെയ്യുകയും മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരം പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സ്ഥാപനം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫെഡറേഷൻ ലിമിറ്റ് ആണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഏതാണ്? നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The number of scabs in India as on 31st March 2013. 2013 എത്രയാണ് നമ്മുടെ അതായത് സ്കാഡ്ബ്, ഇന്ത്യയുടെ എത്ര സ്കാഡ്ബ് ഉണ്ടായിരുന്നെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 19 സ്കാഡ്ബാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The National Cooperative Agriculture and Rural Development Banks Federation registered on dash with the main objective of promoting the interest of long-term cooperative credit structure movement in the country. അതായത് നമ്മുടെ രാജ്യത്ത് ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻസ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? 6 ഒക്ടോബർ 1960 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടേം കോപ്പറേറ്റീവ് ഫാമിംഗ് ഈസ് ഡാഷ് ടു കളക്റ്റീവ് ഫാമിംഗ്. കോപ്പറേറ്റീവ് ഫാമിംഗ് എന്നുള്ളത് കളക്റ്റീവ് ഫാമിങ്ങിന് എന്താണ്? സിനോണിംസ് ആണോ, നോട്ട് സിനോണിംസ് ആണോ, അല്ല അതേപോലെ തന്നെയാണോ? നൺ ഓഫ് ദ എബവ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് സിനോണിംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. അപ്പോഴാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് 1935. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. In the dash 5-year plan, the Central Committee for Cooperative Training was established. അതായത് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് 5-year പ്ലാനിൻ്റെ സമയത്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് 5-year പ്ലാനിൻ്റെ ആണ്? സെക്കൻഡ് 5-year പ്ലാനിൻ്റെ സമയത്താണ് ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. In dash, the National Cooperative Development Corporation was established for strengthening the cooperative activities. Cooperative ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് NCDC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വർഷം? 1963 അതിൻ്റെ വർഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് NCDC എക്സ്പാൻഡ് ചെയ്യുക. എന്താണ് NCDC എന്ന് പറഞ്ഞാൽ? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. In the dash 5-year plan, the All India Rural Credit Review Committee was set up. All India Rural Credit Review Committee എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 4th 5-year പ്ലാനിൻ്റെ സമയത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ. In 1970, RPI set up the dash for review of rural credit system. റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം റിവ്യൂ ചെയ്തതിന് വേണ്ടിയിട്ട് 1970 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇതിൽ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. എന്താണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡാഷ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു റിവ്യൂ ദ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ 1981 റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് NABARD. അതായത് ഏത് കമ്മിറ്റിയാണ് അതായത് NABARDിൻ്റെ എസ്റ്റാബ്ലിഷിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? ഏത് കമ്മിറ്റിയാണ്? ശിവരാമൻ കമ്മിറ്റിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ശിവരാമൻ കമ്മിറ്റി
constituted to review the arrangement for institutional credit for agriculture and rural development in 1981 recommended the establishment of ശിവരാമൻ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ്? നബാർഡാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The Shivaraman Committee was constituted in the dash 5-year plan in the recommended the establishment of NABARD. ഈ ശിവരാമൻ കമ്മിറ്റി ഏത് 5-year പ്ലാനിൻ്റെ സമയത്താണ് നബാർഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് 5-year പ്ലാനിൻ്റെ സമയത്താണ്? 6th 5-year പ്ലാനിൻ്റെ സമയത്താണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്